ആ പിന്നെ സന്ദീപിന്റെ കയ്യില് മോളുടെ ഡ്രസ്സുകൾ കൊടുത്തുവിടുന്ന കാര്യം മറക്കല്ലേ. അമ്മുക്കുട്ടി അമ്മയ്ക്കൊരു ടാറ്റ പറഞ്ഞേ. ടാറ്റ പറഞ്ഞേ. ടാറ്റാ. ഞാൻ പേടിച്ചത് സത്യമായി. നീ ഇറങ്ങുന്നില്ലേ? അല്ലെങ്കിൽ പിന്നെ നീ ഇപ്പൊ പോണ്ട. സന്ദീപിനെ വിളിച്ചിട്ടേ കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരാൻ പറ. അപ്പൊ പിന്നെ നിങ്ങക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് തിരിച്ചു പോവാലോ. അതല്ല ചേച്ചി, എനിക്ക് മോളുമായിട്ട് ഇപ്പൊ തന്നെ പോണം. എന്താ പറഞ്ഞേ? അമ്മുക്കുട്ടിയെ കൊണ്ടുപോവാനോ? അതെന്തിനാ? ചേച്ചി, അമ്മുക്കുട്ടി ഞാൻ പ്രസവിച്ച മോളല്ലേ? എന്റെ കുഞ്ഞല്ലേ അമ്മുക്കുട്ടി. എനിക്കെങ്ങനെയാ അവളെ ഇവിടെ വിട്ടിട്ട് പോവാൻ പറ്റാ? ഞാനിങ്ങോട്ട് വന്നത് തന്നെ അത് ചേച്ചിയോട് പറയാൻ വേണ്ടിയാ. എന്തൊക്കെയാ മോളെ പറയുന്നേ? ഇത്രയും നാളും ഇവളെ വളർത്തിയ അമ്മയല്ലേ ഞാൻ. അതുകൊണ്ട് ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലാതാവില്ലല്ലോ. ശിവരാമേട്ടൻ പറഞ്ഞതെല്ലാം ചേച്ചിയും കേട്ടതല്ലേ? സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടുന്ന ഒരു അമ്മയുടെ വിഷമം ചേച്ചിക്ക് മനസ്സിലാവില്ലേ? എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അമ്മുക്കുട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അമ്മുക്കുട്ടിയെ എന്റെ മോളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ചേച്ചി എന്നോട് ക്ഷമിക്കണം. ദയവ് ചെയ്ത് ഇനി എന്റെ കുഞ്ഞിന്റെ പേരിൽ ഒരവകാശവാദം ഉന്നയിക്കരുത്. എന്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൊന്നുമില്ല. ചേച്ചി മോളെ ഇങ്ങി തന്നെ, എനിക്ക് പോകാൻ സമയമായി. ഇല്ല, എന്റെ കുഞ്ഞിനെ ഞാൻ തരില്ല. ചേച്ചി ചേച്ചി വേണ്ട പ്ലീസ് ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ചേച്ചിക്ക് ഇപ്പൊ സ്വന്തം കുഞ്ഞായില്ലേ? ഏത് നിമിഷവും ശിവരാമേട്ടൻ വന്ന് മാളൂട്ടിയെ കൊണ്ടുപോകും. പിന്നെ എനിക്ക് ഇവള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ കുഞ്ഞിനെങ്കിൽ തന്നെ. വേണ്ട വേണ്ട, എന്റെ കുഞ്ഞിനെ തരില്ല. പറയുന്നൊന്ന് കേക്ക്. ഞാൻ തരില്ല അതിനെ. കുഞ്ഞിനെങ്കിൽ തരാൻ. ഇല്ല, ഞാൻ തരില്ല. ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പ്ലീസ് അമ്മ, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഈ കുഞ്ഞിനെ പേരിൽ നീ എന്തിനാ അവളോട് വഴക്ക് കൂടുന്നത്? അമ്മക്കുട്ടി എന്റെ മോളാ. അതുകൊണ്ട് അച്ഛൻ ഇത്രയും കാലം അമ്മക്കുട്ടിക്ക് കൊടുത്ത സ്നേഹം ഇല്ലാതാവുമോ? എടി, സ്വന്തം മോളായിട്ടല്ലേ അമ്മക്കുട്ടി ഇത്ര നാൾ അവളെ വളർത്തിയത്. ഒന്നൊന്നും സത്യം ആർക്കും അറിയാറില്ലല്ലോ അമ്മ.